الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل سيروا في الأرض ثم انظروا كيف كان عاقبة المكذبين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാം അധിവസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഒട്ടനവധി ആയത്തുകളിൽ പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അർളുല്ലാഹി വാസിയ എന്നൊക്കെ ഖുർആനിൽ കാണാം. അള്ളാഹുവിൻ്റെ ഭൂമി അതിവിശാലമാണ്. സൂറത്ത് മുൽക്കിൽ നമുക്ക് കാണാം ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള, അവൻ നിങ്ങൾക്ക് ഭൂമിയെ സംവിധാനം ചെയ്തു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി, ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത്.
ദലൂലൻ, അത് കൃത്യമായ പാകപ്പെടുത്തലോടുകൂടിയാണ് അധീനപ്പെടുത്തി തന്നിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധയോടുകൂടി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു തആല അത് സംവിധാനിച്ചു തന്നിരിക്കുന്നത്. ഫംശൂ ഫീ മനാകിബിഹ, ആ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. മനാക്കിബ്, അതിൻ്റെ തോളിലൂടെ, അതിൻ്റെ ഉപരിതലത്തിലൂടെ നിങ്ങൾ സഞ്ചാരം നടത്തിക്കോളൂ എന്നല്ല പറയാം. അപ്പോൾ ഭൂമിയെ സംവിധാനിച്ചത് അല്ലാഹു. ശേഷം അല്ല പറയുന്നു, നിങ്ങൾ ആ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ, നിങ്ങൾ അതിൻ്റെ ഉപരിതലത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ. ഒന്നുകൂടി അല്ല പറയുന്നു, വകുലൂ മിർ റിസ്ഖിഹി, നിങ്ങൾ ഈ ഭൂമിയിലൂടെ നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കണം. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭക്ഷണം, അവൻ്റെ റിസ്ക്, അത് നിങ്ങൾ കഴിച്ചോളൂ. വ ഇലൈഹി നുശൂർ, തീർച്ചയായും നമ്മുടെയൊക്കെ പര്യവസാനം, മടക്കം, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നമ്മുടെയൊക്കെ മടക്കം അള്ളാഹുവിലേക്ക് തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തിൽ രണ്ട് കാര്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത്, നമ്മൾക്ക് വേണ്ടിയാണ് ഭൂമിയെ അള്ളാഹു ഈ രൂപത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ മര്യാദകളോടുകൂടി അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചോളൂ. അതോടൊപ്പം നിങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് പൊയ്ക്കോളൂ, അള്ളാഹുവിൻ്റെ റിസ്ക് തേടി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന രണ്ട് കാര്യം ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചുള്ള പരാമർശമാണത്. വേറൊരിടത്ത് കാണാം, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് വേണ്ടി അവൻ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. ഫിറാഷ്, വിരിപ്പ്, നിങ്ങൾക്ക് വേണ്ടി ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു ഭൂമിയെ. മറ്റൊരിടത്ത് കാണാം, അലം നജ്അലിൽ അർള മിഹാദ, ഒരു തൊട്ടിലാക്കി തന്നിരിക്കുന്നു, മിഹാദ്, ഭൂമിയെ. അപ്പോൾ ഏതെല്ലാം രൂപത്തിലാണ്, എന്തെല്ലാം വിശേഷണങ്ങൾ കൊടുത്തിട്ടാണ് ഭൂമിയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെയും തൊട്ടിലാണെങ്കിലും വിരിപ്പാണെങ്കിലും ഒക്കെ അത് നമുക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു തന്നതാണ്. ആ ഭൂമിക്ക് അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഭൂമിക്ക് കുറേ നിയമങ്ങളും അതിന് കുറേ മര്യാദകളും കുറേ നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് നിങ്ങൾ ഭൂമിയെ കൈകാര്യം ചെയ്യണം എന്ന് മനുഷ്യരോട് അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്. ഈ ഭൂമിയിലൂടെ നിങ്ങൾ ആദ്യമായി തന്നെ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തിയ കാര്യം ഞാൻ ഓതി വെച്ച ആയത്ത് പറയുന്നുണ്ട്. കുൽ, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്ക്, സീറൂ ഫിൽ അർള്, ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണം, ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. സുമ്മൻദുറൂ, സഞ്ചരിച്ചാൽ മാത്രം പോരാ, നിന്റെ ഉൾക്കാഴ്ചയോടുകൂടി ദീർഘദൃഷ്ടിയോടുകൂടി നീ നോക്കിക്കാണണം. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, പണ്ട് കാലത്ത് പൂർവിക കാലഘട്ടങ്ങളിൽ ലോകത്ത് ജീവിച്ചിരുന്ന ആളുകൾ അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു, അസത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചലിച്ചതിൻ്റെ ഭാഗമായി എല്ലാം നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അവർക്കനുഭവിക്കേണ്ടി വന്ന അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നീ നോക്കിക്കാണുന്നതിനു വേണ്ടി, അതെല്ലാം നീ മനസ്സിലാക്കുന്നതിനു വേണ്ടി നീ ഭൂമിയിലൂടെ എങ്ങനെ സഞ്ചരിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് നൽകുന്നൊരു ഉത്ബോധനമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുവാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്. അവിടങ്ങളിലൊക്കെ കൃത്യമായ അജണ്ടയോടുകൂടി അതിൻ്റെ
കൃത്യമായ പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന തരത്തിലാണ് ഈ യാത്രകൾ നടത്തേണ്ടത് എന്ന് നിർദ്ദേശമുണ്ട്. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. അതൊന്ന് പൂർവകാല ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം, അവരുടെ കാലഘട്ടങ്ങളിൽ ഓരോ രാജ്യത്തും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും, അവര് ദൈവത്തെ, അള്ളാഹുവിനെ നിഷേധിച്ചതിൻ്റെ ഫലമായി അവിടങ്ങളിലൊക്കെ അള്ളാഹു ഇറക്കിയുള്ള ശിക്ഷകൾ, അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ കൃത്യമായി ബോധ്യപ്പെടാനും അതൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇങ്ങനെ സഞ്ചരിക്കണം ഭൂമിയിലൂടെ. സീറൂഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പൂർവകാല ചരിത്രം നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ ഒരുപക്ഷെ അവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ നമ്മെക്കാളും ആഡംബരത്തോടുകൂടി പത്രാസോടുകൂടിയൊക്കെ ജീവിച്ചവരായിരിക്കാം. ഒരു പക്ഷേ അവരുടെ ജീവിത രീതി അല്ലല്ലോ നമ്മളെ രീതി. ഇനി വരാനിരിക്കുന്ന തലമുറ, ഇന്നത്തെ അവസ്ഥകൾ, ഇന്നിൻ്റെ സാഹചര്യം അവർക്കറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പം ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ ഈ ലോകത്ത് ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഖുർആൻ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബുസ് സഖറ ബിൽ വാദ് وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. കൃത്യമായി പരിശുദ്ധ ഖുർആൻ ഒരു ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ഈ സഞ്ചാരം നടത്തുമ്പോൾ, ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞകാല ചരിത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അത് നമ്മൾക്ക് ബോധ്യപ്പെടാനും ഒക്കെ സാധിക്കുമെന്നതാണ് ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു സംഭവം. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല റബ്ബുക, നിന്റെ റബ്ബ് ചെയ്തത്, ബിആദ്, ആദ് സമുദായത്തെ നിന്റെ റബ്ബ് ചെയ്തത് എന്താണെന്നറിയോ? അവര് ഇറമ ദാത്തിൽ ഇമാദ്, അത് ഇറം ഗോത്രത്തിലെ ആളുകളാണ്, തൂണുകളുടെ ആൾക്കാരാണ് എന്നാണ് അവരെ സംബന്ധിച്ച ഇമാദിന്റെ തൂണുകളുടെ ആൾക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇറം ഗോത്രം. ആ ഗോത്രമാണ് ആദ് സമുദായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ ആദ് സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുക. അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അതുപോലെയുള്ള അവരെ പോലെയുള്ള ഒരു വിഭാഗം ആളുകൾ പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന നിലക്കാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആദ് സമുദായത്തിന്റെ സ്ഥിതി അങ്ങനെയാണെങ്കിൽ വസമൂദ സമുദായം, രണ്ടാമത്തെ സമുദായം സമുദായമാണ്. ഇതിലേക്കൊക്കെ പ്രവാചകന്മാർ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരൊക്കെ പ്രബോധനം ചെയ്ത ആ ഒരു വിഭാഗം സമുദായമാണ് ഈ ആദ് സമുദായവും അതേപോലെ തന്നെ ഈ സമൂദ് സമുദായവും. ഇങ്ങനെ ഈ അല്ലാഹു തആല പറയുന്നത് വസമൂദല്ലദീന ജാബുസ് സഖറ ബിൽ വാദ്, സമുദായം, ഈ സമൂദ് സമുദായത്തിന്റെ സ്ഥിതി എന്താണെന്നറിയോ? അവര് വലിയ വലിയ പാറകൾ തുരന്ന് വലിയ വലിയ ബിൽഡിങ്ങുകളും ഗോപുരങ്ങളും ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ മേലെ താമസിക്കുമായിരുന്നു. തൂണുകൾ, വലിയ തൂണുകൾ, നമ്മൾ മനസ്സിൽ അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക. വലിയ തൂണുകൾ,
ആ തൂണുകളുടെ മേലെ ഒരു താമസിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു 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 എന്താ പറയാ, അങ്ങനെയുള്ള ടെന്റ് കെട്ടുക. നമ്മൾ ഇന്ന് നമ്മൾ അതിൻ്റെ ആ രൂപത്തിലല്ലെങ്കിലും മറ്റു രൂപത്തിലുള്ള ടെന്റുകൾ നമ്മൾക്കിന്ന് കാണാം. അപ്പൊ ഇങ്ങനെ വലിയ തൂണുകളിൽ ടെന്റുകൾ ഉണ്ടാക്കി ആ ടെന്റുകളിൽ താമസിക്കുന്ന അവർ ജീവിതം ആസ്വദിക്കുക. അവരവരുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെ അവർ ആസ്വദിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വലിയ വലിയ പാറക്കല്ലുകൾ തുരന്ന് ഇമാതിരി വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കി അവിടെ താമസിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഈ സമൂദ് ഗോത്രക്കാർ എന്ന് പറയുന്നത്. അവരെ കുറിച്ചാണ് അല്ലാഹു ഇങ്ങനെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ രണ്ട് വിഭാഗം പറഞ്ഞു. മൂന്നാമത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഫിറഔനിനെ കുറിച്ച് ആണികളുടെ ആണിക്കുടമയാണ്. ആണികൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറഔൻ അവന്റെ അഹങ്കാരം മൂത്തിട്ട് അവനെല്ലാം ആപ്പിട്ട് എല്ലാം അവൻ കൈവശപ്പെടുത്തുന്ന ഒരു രീതിയിലായിരുന്നു ആരുടെ നിലപാട്? ഫിറഔനിന്റെ നിലപാട്. അപ്പോൾ ഈ മൂന്ന് വിഭാഗം ആളുകളെയും, ഒന്ന് ആദ് സമുദായം, മറ്റൊന്ന് സമൂദ് സമുദായം, മറ്റൊന്ന് ഫിർഔൻ, ഈ മൂന്നാളുകളെ കുറിച്ച് മാത്രമാണ് ഈ ആയത്തുകളിൽ അല്ലാഹു തആല ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ആ ഫിറഔനിന്റെ സ്ഥിതി എന്താ? അവന്റെ ആൾക്കാരുടെ സ്ഥിതി എന്താ? അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അല്ലദീന തഗൗ അവര് രാജ്യത്തൊട്ടാകെ കുഴപ്പമുണ്ടാക്കിയിരുന്നു. അവര് ഫസാദ് ഉണ്ടാക്കിയിരുന്നു. ഫസാദായിരുന്നു അവരുടെ. ധാരാളമായി അവര് അക്രമം കാണിക്കുകയും അതേപോലെ തന്നെ അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് ആളുകളെ ആകെ പ്രശ്നത്തിലാക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലാണ് ഫിറൗനുള്ളത്. ഫിറൗനും മൂസാ നബിയും ഉണ്ടായിട്ടുള്ള പരസ്പര മത്സരങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇത് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് ഇങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നത്? ഓരോ രാജ്യത്തും നമ്മൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ രാജ്യത്തുണ്ടായ പൂർവ്വകാല ചരിത്രം ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഫിറഔൻ ജീവിച്ച രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള അവസ്ഥകളെ കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടാൻ നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷെ അല്ലാഹു തആല ഈ വിഭാഗങ്ങളെയൊക്കെ എന്താ ചെയ്തത്? ആദ് സമുദായമാകട്ടെ, സമൂദ് സമുദായമാകട്ടെ, ഫിറഔനാകട്ടെ, ഇനി ഫിറഔൻ മാത്രമല്ല ഹാറൂനാവട്ടെ, ഹാമാനാകട്ടെ, ഇതുപോലെയൊക്കെ ലോകത്ത് ജനിച്ച് അവരവരുടേതായ അക്രമങ്ങളും അവരുടേതായ പ്രവർത്തനങ്ങളും ചെയ്ത് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് എടങ്ങേറായി അങ്ങനെ അവരങ്ങനെ ജീവിച്ചങ്ങ് സുഖിച്ചു പോയി എന്നാണോ? അല്ല. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അല്ലാഹു തആല അദാബിന്റെ ശിക്ഷയുടെ ചെമ്മട്ടി ചൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ അമ്മാതിരി ശിക്ഷയാണ് ഈ ആളുകൾക്കൊക്കെ അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ള അത് ശക്തമായ കാറ്റിലൂടെ, ശക്തമായ പേമാരിയിലൂടെ അടിമേൽ മറിച്ച് ആ സമുദായത്തെ നശിപ്പിച്ചു. ഫിറൗനിനെ എങ്ങനെയാ ഫിറൗനിന്റെ അന്ത്യം ഉണ്ടായത്? നമുക്കറിയാമല്ലോ. ചെങ്കടലിൽ മുങ്ങിച്ചത്ത ആ ഫിറൗനിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ആരും അഹങ്കരിക്കണ്ട. ഈ ലോകത്തെ അധികാരത്തിന്റെ പേരിൽ ആരും അഹങ്കരിക്കണ്ട. ആർക്ക് അല്ലാഹു തആല അധികാരം നൽകുന്നുവോ ആ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് അടിച്ചമർത്താമെന്ന് ആ ഒരു ധാരണ എല്ലാ കാലത്തും നിലനിൽക്കണമെന്നില്ല. നമ്മൾ അറിയണം, ഇതൊക്കെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി ഓരോ രാജ്യത്തും അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരാം. നമ്മൾ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു കാഴ്ചപ്പാട് വേണം. അത് മാത്രമല്ല, ഒരു പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷക്കനുസരിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം. അള്ളാഹുവുമായി നമ്മൾ കൂടുതൽ ഇടപെടണം.
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എങ്കിൽ അള്ളാഹു നമ്മൾക്ക് അള്ളാഹുവിന്റെ സഹായം അത് ഉണ്ടാകും എന്ന് തന്നെയാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുമാത്രം അധികാരമുണ്ടായിട്ടും ആൾബലമുണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയ പൂർവകാല ചരിത്രമാണ് ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയാണ് ചരിത്രം നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് അതാരാണെങ്കിലും ശരി, ആരോടാണെങ്കിലും ശരി, ആരൊക്കെയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എങ്കിലും ശരി, അല്ലാഹ് പറയുന്നു ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ് ലബിൽ മിർസാദ്, എല്ലാം അതിസൂക്ഷ്മമായി വളരെ കൃത്യമായി അല്ലാഹു തആല ഇതൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക, അല്ലാഹു ഇതൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. അപ്പോ ഇതിലൊക്കെ നമ്മൾക്ക് ഒരുപാട് പാഠമുണ്ട്. അല്ലാഹു തആല ഈ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതിൽ നമുക്ക് ഒരുപാട് 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 പാഠങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയണം. യാത്ര എന്ന് പറയുന്നത് അല്ലാഹു തആല അനുവദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തിനാണ് യാത്ര എന്ന് ചോദിച്ചാൽ, യാത്ര അതൊരു പോസിറ്റീവായ നിലയിലേക്ക് യാത്രകളെ കൊണ്ടുവരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒന്നാമതായി ഞാൻ സൂചിപ്പിച്ചതുപോലെ പൂർവ്വകാല ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിശ്വാസത്തെ അതിലൂടെ നമ്മൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് യാത്രകൾ ചെയ്യാവുന്നതാണ്. ഫർളായിട്ട് ചെയ്യേണ്ട പല യാത്രകളുമുണ്ട്. ഹജ്ജ്, ഉംറ പോലെയുള്ള യാത്ര. ഇതും ഖുൽ സീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം എന്നു പറഞ്ഞതിൻ്റെ ഒരു ഇനം തന്നെയാണ് ഈ പറയുന്നതും. നമ്മൾ ഇവിടെ നിന്ന് മക്കയെക്കുറിച്ച്, നമ്മൾ ഇവിടെ നിന്ന് മദീനയെക്കുറിച്ച്, ഇവിടെ നിന്ന് നമ്മൾ ജബൽ റഹ്മയെക്കുറിച്ച്, നമ്മൾ ഇവിടെ നിന്ന് മതാഫുകളെ കുറിച്ച് നമ്മൾ പറയുന്നതിനപ്പുറം നമ്മളത് നേർക്ക് നേരെ കാണുമ്പോ, നമ്മളത് നേർക്ക് നേരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ, അറഫ എന്ന് പറയുന്ന മൈതാനത്തെ നേർക്ക് നേരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺകുളിർമയുണ്ടല്ലോ, ഇത് നേർക്ക് നേരെ കാണുമ്പോഴാണ് നമ്മൾക്കത് ബോധ്യപ്പെടുക. അവിടെയാണ് നമ്മൾ ഈ യാത്രയെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. അപ്പോ അത് ഫർളായ ഒരു യാത്രയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ അവന് അവിടെ ചെന്ന് അവന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കണം. വഇലൈഹി സബീല, സബീലുള്ളവന്, സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ കഴിവുള്ള ഏതൊരാൾക്കും നിർബന്ധമായും മക്കയിൽ പോകണം, മദീനയിൽ പോകണം, ഹജ്ജ് നിർവഹിക്കണം, അനുബന്ധ കർമ്മങ്ങളിൽ പങ്കെടുക്കണം എന്നത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യമാണ്. അപ്പോ നിർബന്ധമായി ചെയ്യേണ്ട യാത്ര, അതേപോലെ തന്നെ അനുവദനീയമായ യാത്രകൾ അതൊരു പഠനത്തിനു വേണ്ടിയാകാം, ഒരു റിലാക്സേഷന് വേണ്ടിയാകാം. പക്ഷേ അതിൻ്റെ ഹലാലും ഹറാമും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ യാത്രക്കൊരുങ്ങേണ്ടത്. അനുവദനീയമായ യാത്രകൾ ചെയ്യണമെന്ന പണ്ഡിതന്മാർ നിർദ്ദേശിച്ചതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. പിന്നെ മനസ്സമാധാനം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ചത്തുപോയ മനസ്സുമായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട, ആരും തണലില്ല, ആരും തുണയില്ല, ആരും നോക്കാനില്ലാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ അന്തേവാസികളായി ഏതെങ്കിലുമൊക്കെ മന്ദിരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ കൂട്ടിപ്പിടിച്ച്, അവരെയൊക്കെ ചേർത്തുപിടിച്ച് അനുവദനീയമായ ഒരു യാത്ര, അതൊരു മനസ്സമാധാനത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഈ യാത്രയെ പ്രോത്സാഹിപ്പിക്കണമെന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാ. അത് അസോസിയേഷനുകൾക്കാകാം, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻസുകളാകാം. അതുപോലെയുള്ള നല്ല നല്ല ഒരു ക്യാമ്പ് ഇതുപോലെയൊക്കെ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ മനസ്സിന് കുളിർമയുണ്ടാകാൻ, മനസ്സിന് സമാധാനമുണ്ടാകാനൊക്കെയുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അത്തരം യാത്രകൾ നടത്തുന്നതും അതിനുവേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, നമ്മൾ കെട്ടി നിൽക്കുന്ന വെള്ളം അതെന്തുമാത്രം മലിനമാകുമോ അത് നമ്മൾ അറിയാം. കെട്ടി നിൽക്കുന്ന വെള്ളം അത് മലിനമാകുന്ന അവസ്ഥ നമ്മൾക്കറിയാം. അതുപോലെയാ നമ്മൾ ഒരു കൂട്ടരെ ഒരു റൂമിനുള്ളിൽ അടച്ചിടുന്നതോ അല്ലെങ്കിൽ ആ നിലക്ക് അവരെ ബന്ധനസ്ഥരാക്കി നിർത്തുന്നതോ
എവിടേക്കും പോവാതെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സംഘർഷങ്ങൾ, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളത്തെ പോലെ ആകരുത്. അത് പല വഴികളിലേക്കും അത് തിരിച്ചുവിടണം. നമ്മളും അങ്ങനെയാകണം എന്നതാണ് ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മെ ബോധ്യപ്പെടുന്നത്. അത് വളരെയധികം ആലോചിച്ചു വേണം നമ്മൾ ചെയ്യാൻ. നമ്മുടെ യാത്രകൾ നല്ല പ്ലാനിങ്ങോടുകൂടിയായിരിക്കണം. അത് ഹറാമിലേക്ക് എത്തുന്ന യാത്രകൾ പലതും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ വെക്കേഷൻ സമയം, ഇപ്പൊ യാത്രകളൊക്കെ ഏകദേശം പൂർത്തിയായി, ഇപ്പൊ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ വീടുകളിലേക്കൊക്കെ തിരിച്ചു വരുന്ന സമയമാണ്. പലരും നാട്ടിലില്ല, അവരൊക്കെ പുറത്താ, യാത്രയിലാണ്, ടൂറിലാണ് ആവാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളായാലും നമ്മുടെ ബന്ധുക്കളാണെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ടവർ ആരാണെങ്കിലും ശരി, നമ്മളൊരു യാത്രയെ പ്ലാൻ ചെയ്യുമ്പോൾ ഇസ്ലാമിൽ അതിനൊക്കെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇതിൻ്റെ ഹറാമും ഹലാലും നല്ലതും ചീത്തയും അനുവദനീയമായതും അല്ലാത്തതുമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം യാത്രകൾ ചെയ്യേണ്ടത്. പലപ്പോഴും യാത്രകൾ വഴിമാറിപ്പോകാറുണ്ട്. അത് കേവലം പ്ലാൻ ചെയ്ത് പിന്നെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി, അത് മദ്യത്തിലൂടെ ആഘോഷിക്കുന്നവർ, മറ്റു മയക്കുമരുന്നുകളിലൂടെയും അനാശാസ്യ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ഇത്തരം യാത്രകൾ വഴിമാറിപ്പോയി അതിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതെന്തുമാത്രം ദൂരവ്യാപകമായ പ്രശ്നമുണ്ടാക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായും നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് കൂട്ടായി നിയമത്തിന് വിധേയമായി ഇസ്ലാമിൻ്റെ നിയമവും അതോടൊപ്പം മറ്റ് സാങ്കേതികമായ നിയമങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ടുള്ള യാത്രകൾ, അതേപോലെ സതുദ്ദേശത്തോടു കൂടി യാത്ര, അതുപോലെ തന്നെ നമ്മുടെ ഒപ്പമുള്ള കൂട്ടുകാരെ പരസ്പരം ചേർത്ത് പിടിച്ച് അവർക്ക് നല്ല സന്തോഷമുണ്ടാക്കി സമാധാനമുണ്ടൊക്കെ അതിൻ്റെ എന്താ പറയുക, ബേസ് എന്ന് പറയുന്നത് അത് ഇസ്ലാമികമായിരിക്കുക എന്നതാണ്. ആ നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, യാത്രകളാകാം. നമ്മൾ ഏതൊരു യാത്രക്ക് പോകുമ്പോഴും പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾക്കില്ലാതെ പോകുന്നതും ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്, പ്രാർത്ഥനകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അസ്തൗദിഉല്ലാഹ ദീനക, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. ഈ മൂന്ന് കാര്യം. ഒന്ന്, അല്ലാഹു തആലയോട് പറയാ, നമ്മൾ ഇന്ന പോകുന്ന ആൾക്ക് വേണ്ടി അയാളോട് മുഖത്ത് നോക്കി പറയാ, അസ്തൗദിഉല്ലാഹ ദീനക, നിന്റെ ദീനുമായി ബന്ധപ്പെട്ട നിന്റെ എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ വ അമാനതക, നിന്റെ വിശ്വസ്തതയും, അതേപോലത്തെ വഖവാതിമ അമലിക, നിന്റെ പ്രവർത്തനങ്ങളുടെ യാത്രകളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും പര്യവസാനം എല്ലാം അത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹ്. അതേപോലെ റസൂലുള്ള എപ്പോഴും യാത്ര അയക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹു തആല നിനക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ യാത്രയിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ഏറ്റവും നല്ല ഭക്ഷണം. നമ്മളൊരു ഹജ്ജിന് പോവുകയാണെങ്കിൽ കൂടി ഒന്നാമതായി നമ്മൾ ഒരുക്കേണ്ട നമ്മുടെ ഭക്ഷണം വിഭവം ഏതാണെന്നറിയോ? തഖ്വയാ. നമ്മൾ തഖ്വയാണ് ഒന്നാമതായി, അല്ലാതെ നമ്മുടെ ബാഗോ അതിൽ നമ്മൾ വെക്കുന്ന സംഗതികളോ അല്ല. ഒന്നാമതായി നമ്മൾ ഒരുക്കേണ്ടത് തഖ്വയാ. അപ്പോൾ ഏത് യാത്രക്കും നമ്മൾ തഖ്വ എന്ന ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്, സവ്വദകല്ലാഹു അത്തഖ്വ, അല്ലാഹു തആല നിനക്ക് തഖ്വയെ അധികരിപ്പിക്കട്ടെ, യസ്സറല്ലാഹു ലക, നിന്റെ യാത്ര ഏറ്റവും എളുപ്പമുള്ളതാവട്ടെ. ഇതൊക്കെ നമ്മൾക്ക് മലയാളത്തിൽ ഒരു യാത്ര ചോദിക്കുന്നവന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട തരത്തിലുള്ള യാത്രകളാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. ആ യാത്രകൾക്ക് അല്ലാഹു തആലയുടെ ബർക്കത്തുണ്ടാകും. അതിനുവേണ്ടിയാവണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഏത് വിഷയം യാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, എവിടേക്ക് യാത്ര പോകുമ്പോഴും അവിടെയൊക്കെ ഇസ്ലാമുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, മതപരമായ വിഷയങ്ങൾ എന്തൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പൂർവ്വകാല ചരിത്രങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസത്തിന് കൂടുതൽ കരുത്തു പകരാൻ പറ്റുന്ന രീതിയിലുള്ളതാക്കി മാറ്റണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, സലാസു ദഅവ അൽ മുസ്തജാബ. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുകയും അതിന് സഡൻ ഉത്തരം, അങ്ങനെ തന്നെയാണ് ഹദീസ് വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന 3 വിഭാഗം. അതിലൊന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ പലപ്പോഴും പഠിപ്പിച്ചതായി. ഇത്തഖി ദഅവത്തുൽ മദ്ലൂം, മദ്ലൂമിന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം. കാരണം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്, അള്ളാഹുവിനും അവൻ്റെയും ഇടയിൽ ഒരു മറയില്ലാണ്. അപ്പം മാനസികമായി നമ്മൾ ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുതേ എന്നതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. മാനസികമായിട്ട് പോലും ഒരിക്കലും ഒരാളെയും വേദനിപ്പിക്കുന്ന സംസാരം, നമ്മുടെ ആക്ഷൻസുകൾ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ്, ഇതൊന്നും ഒരാളുടെ മനസ്സിൽ അങ്ങനെ തട്ടി അത് തിരിച്ച് വരും. വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തുന്നിടത്ത് നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ. അപ്പോൾ നമ്മൾ സാധാരണ യാത്രയ്ക്ക് പോകുന്ന ആളുകളോട് നമ്മൾ പറയാറുണ്ട്, ഇങ്ങോട്ട് കാര്യമായിട്ട് നമ്മൾ പോകുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശം ഉണ്ടാവും. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ നല്ല തൗഫീഖോട് കൂടി തിരിച്ചു വരാൻ, ഹജ്ജ് കർമ്മൊക്കെ നിർവഹിച്ച് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജൊക്കെ നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു ആ ആൾക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണം, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥന അല്ലാഹു തആല കേൾക്കും. അതാണ് മുസാഫിറിൻ്റെ പ്രാർത്ഥന അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാം. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദഅവത്തുൽ വാലിദ് അലാ വലദിഹി, ബാപ്പാൻ്റെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി ബാപ്പാൻ്റെ പ്രാർത്ഥന അത് പെട്ടെന്ന് അല്ലാഹു തആല കേൾക്കുകയും അതിന് ഉത്തരം ചെയ്യുകയും ചെയ്യും എന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 തരത്തിലുള്ള പ്രാർത്ഥനകളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ യാത്രകൾ അത് എവിടേക്കാകട്ടെ, ഒരു 2, 3, 4 ദിവസം നമ്മൾ ചെയ്യുന്ന ഏത് യാത്രയാണെങ്കിലും ശരി, അത് ഏറ്റവും കൂടുതൽ എന്തായിരിക്കണം, എനർജറ്റിക് ആകുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അനാവശ്യമായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് ചെലവഴിക്കാൻ പാടില്ല. നമുക്കറിയാം, ഇബ്നു ഹജറുൽ അസ്കലാനി. ആരാ ഇബ്നു ഹജറുൽ അസ്കലാനി? ബുഖാരിയുടെ ശറഹ് എഴുതിയ ആളാണ് ഇബ്നു ഹജറുൽ അസ്കലാനി. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, നുഖ്ബത്തുൽ ഫിക്ർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ആ ഗ്രന്ഥം അദ്ദേഹം എഴുതിയത് ഒരു യാത്രയിലായിരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, സാദുൽ മആദ്. റഫറൻസ് ഗ്രന്ഥമാണ് സാദുൽ മആദ്. ആ ഗ്രന്ഥം അദ്ദേഹം എഴുതിയത് ഒരു യാത്രയിലായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യണം. ഒരു പോസിറ്റീവായിട്ട് മാത്രം ഇതിനെയൊക്കെ ചെലവഴിക്കാനാണ് നമ്മൾ. അതിനൊക്കെ നമുക്ക് കൂലിയുണ്ട്. നമ്മളെ ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും പടച്ചോൻ പറഞ്ഞല്ലോ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. അതാണ് ബേസ്, നമ്മുടെ അടിസ്ഥാനം അതാ. എവിടെയാണെങ്കിലും ശരി, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുൻത, എവിടെയാണെങ്കിലും ശരി. ഈ അടിസ്ഥാനപരമായ ഈ ഒരു വിഷയം നമ്മൾ മനസ്സിൽ തട്ടി അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ എവിടെയും നമ്മൾ പരാജയപ്പെടില്ല, എവിടെയും നമ്മൾ തോൽക്കില്ല. അല്ലാഹുവിൻ്റെ വിജയം അത് സുനിശ്ചിതമാണ്, ഒരു സംശയവുമില്ല. നമ്മൾ തവക്കുൽ ചെയ്യണം. അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ഈമാൻ, ഇഖ്ലാസ് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും, ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്തുകയില്ല എന്ന് നമ്മൾ അറിയണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ സൂചിപ്പിച്ചുള്ള അധ്യയന വർഷം ഇങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ്.
ജൂൺ 1 മുതൽ അധ്യയന വർഷം ആരംഭിക്കുക. നമ്മുടെ കുട്ടികളെ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതാ, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എല്ലാവരും അതിന് വേണ്ട കരിയർ ഗൈഡൻസുകൾ ഒക്കെ പഠിച്ച് മനസ്സിലാക്കി പറ്റിയ വിദ്യാഭ്യാസം, അത് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസം നൽകുന്ന വിഷയത്തിൽ എല്ലാ രക്ഷിതാക്കൾക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മദ്രസ പഠനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതാണ്. നമ്മൾ പലരും ഇപ്പോൾ ഫോൺ കോൾ ചെയ്യുന്നുണ്ട്, എൻ്റെ കുട്ടി 8 വയസ്സായി, എൻ്റെ കുട്ടി 10 വയസ്സായി, പക്ഷേ അക്ഷരം അറിയുന്നില്ല, ഖുർആൻ ഓതാൻ അറിയുന്നില്ല, ഉസ്താദെ നിങ്ങളൊന്ന് സഹായിക്കുമോ, 2 മാസം എനിക്ക് ലീവുള്ളൂ, അല്ലെ 3 മാസം എനിക്ക് ലീവുള്ളൂ, നിങ്ങളൊന്ന് സഹായിക്കണം. എന്താ ചെയ്യുക? നമ്മളാണ് ഇതിന് ഉത്തരം കാണേണ്ടത്, രക്ഷിതാക്കളാണ്. അപ്പൊ കിട്ടുന്ന സമയത്ത് നമ്മൾ ആ കുട്ടികൾക്ക് പഠനം നൽകാൻ ഇത് അള്ളാഹു ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്, നമ്മൾ അറിയണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടുത്തെ ഈ മദ്രസ ജൂൺ 1 മുതൽ അതിൻ്റെ തുടക്കമാണ്. ജൂൺ 1-ാം തീയതിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ചേർക്കേണ്ട കുട്ടികളെ നമ്മൾ 1 മുതൽ 7 വരെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ചേർത്ത് നമ്മൾ അള്ളാഹുവുമായുള്ള ആ ഉത്തരവാദിത്തം അത് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യ സഹജമായി പോരായ്മകൾ ഉണ്ടാവാം. അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് അതെല്ലാം വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഇന്നും ഇന്നലെയും ഒക്കെയായി ഒരുപാട് ആളുകൾ നമ്മോട് വിട പറയുകയാണ്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ല ഞാനിപ്പം മരിക്കൂന്ന്. ഇല്ല, ചോറ് തിന്ന് അവിടെ ഇരിക്കുമ്പോൾ മരിക്കുക, പത്രം വായിച്ച് അവിടെ ഇരിക്കുമ്പോൾ മരണത്തെ കീഴടങ്ങുക, കുറച്ചു നേരം നടന്നു വന്ന് വീട്ടിലിരിക്കുക, വിശ്രമം, അവിടെ വെച്ച് മരിക്കുക. ഒരു ഗ്യാരണ്ടിയില്ല. ഇമാതിരി മരണമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത്. അള്ളാഹുവേ, അപകട മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവേ, ആഖിബത്ത് ഏറ്റവും നല്ലതായി തീരാനാണ് അള്ളാഹുവേ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല ആഖിബത്ത് പര്യവസാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഈമാനും തഖ്വയും അത് കൃത്യമായി നിലനിർത്തിക്കൊണ്ട് ഒരു മുഖ്ലിസായി ഒരു മുഅ്മിനായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.